സർഗം കിച്ചണിൽ ശർക്കര കൊണ്ടുള്ള വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി വട്ടയപ്പമാണ്. ശർക്കര വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് ഇഡലി അരി 2-2.5 മണിക്കൂർ കുതിർത്ത് വെച്ചത്. ഇഡലി അരി കൊണ്ട് ഇത് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതാണ് ചെറുതായി ഉരുണ്ടിരിക്കുന്നതാണ് ഇഡലി അരി. പിന്നെ ശർക്കരപ്പാവ് വെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റി വെച്ചത് ഒരു 3-4 ശർക്കര മതി. ഒരു കപ്പ് നാളികേരം ചെരുവിയത്. അത് നാളികേരം ചെരുവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല വൈറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. ഇഡലി അരി 2-2.5 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് ടേബിൾ സ്പൂണോളം എടുത്ത് നല്ലോണം അരച്ച് നമുക്ക് ആദ്യം തന്നെ കുറുക്ക് ഉണ്ടാക്കാം. ആദ്യം ഈ കുതിർത്ത് വെച്ച അരിയിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം അരി എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. കപ്പി കുറുക്കാൻ വേണ്ടിയിട്ടാണത്. നല്ലോണം അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കപ്പി കുറുക്കിയെടുക്കാം. അരച്ച് വെച്ചത് ചെറിയ പോണിക്ക് മാറ്റി കുറച്ച് അരക്കപ്പോളം വെള്ളം ചേർത്ത് ചെറിയ തീയിൽ കുറുക്കിയെടുക്കാം. വട്ടയപ്പത്തിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സിമ്മിലിട്ടിട്ട് വേണം കുറുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. പിന്നെ കുറുക്കി ചേർത്ത വട്ടയപ്പം നല്ല സോഫ്റ്റ് ആവും. എല്ലാ നേരം കൈ വിടാതെ ഇങ്ങനെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഗ്യാസ് സിമ്മിലിട്ട് നല്ലോണം ഇളക്കണം, കൈ വിടാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇത് നമ്മൾ ചൂടാറിയിട്ട് വേണം വട്ടയപ്പത്തിൻ്റെ മാവിലേക്ക് അരച്ച് ചേർക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു കട്ടിപ്പ് വരണ കാണാം. അപ്പോൾ അത് കുറുകി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നോക്കി ശ്രദ്ധിച്ച് നിൽക്കണം, പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അടി പിടിക്കും. ഈ പരുവത്തിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി നിർത്താം. ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിൽ അരച്ച് ചേർക്കാനായിട്ട്. ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, ചൂടാറിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കുതിർത്തി വെച്ച ഇഡലി അരി ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർക്കാം. കുറച്ച് നാളികേരം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം അരഞ്ഞിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള നാളികേരം വെട്ടിയതിൻ്റെ വെള്ളം നമ്മൾ കപ്പി കുറുക്കിയത് ചൂടാറിയിട്ട് ഇനി നമുക്ക് അതും കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത്, വെള്ളം അധികമാവാൻ പാടില്ല, വെള്ളം സൂക്ഷിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിനെ നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം അടിഞ്ഞിട്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച മാവിലേക്ക് തന്നെ ഇത് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന സൈസ് ചെറിയ ഉണ്ടമണി പോലത്തെ ഈസ്റ്റാന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ ഈസ്റ്റ് വെള്ളത്തിലും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുതിർത്താൻ വെക്കണം. എന്നിട്ട് വേണം അത് ഇങ്ങനെ മിക്സിയിലൊക്കെ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ആവില്ല. നല്ലോണം അടിഞ്ഞിട്ടത് ഈസ്റ്റ് കുറച്ച് മാവും ചേർത്തത് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പോണിലേക്ക് മാറ്റാം. വട്ടയപ്പത്തിൻ്റെ മാവിലേക്ക് നമുക്ക് ശർക്കരപ്പാവ് കലക്കാം. എന്നിട്ടിത് 2 മണിക്കൂറോളം പൊന്താൻ വെക്കണം. നല്ല നൂൽ പരുവാവേണ്ട ആവശ്യമില്ല. ഇത് ഇത്തിരി കട്ടി കൂടിയിട്ട് ഇതിലും മുന്നത്തെ സ്റ്റേജിൽ നമുക്ക് നിർത്തിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നേരത്തെ തന്നെ ഉരുക്കി വെച്ച കാരണം ഇത്ര നല്ല കട്ടിയിൽ തോന്നിക്കണം. ഇത് നമുക്ക് 2 മണിക്കൂർ പൊന്താനായിട്ട് വെക്കാം.
2 മണിക്കൂറിന് ശേഷം നല്ലോണം പൊന്തി വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് പാത്രത്തിൽ കോരി വയ്ക്കാം. കോരി വയ്ക്കുന്നേക്കാൾ മുന്നേ നമുക്ക് ഈ പാത്രം എണ്ണയോ നെയ്യോ തേച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിതൊന്ന് പദം മാത്രം കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഏലക്കപ്പൊടി ഒന്ന് കലക്കിയിരുന്നു. പദം മാത്രം കോരിയെടുത്ത് പാത്രത്തിൻ്റെ പകുതി വീതിയാൽ മതി. പിന്നെ അത് പൊന്തിയോളും നല്ലോണം. ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പ് ആവിക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഒരു ഇഡ്ഡലി കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം തിളച്ച് തുടങ്ങിയിട്ട് നല്ലോണം തള വരുമ്പോൾ നമുക്ക് ഈ പകർത്തി വെച്ച മാവ് ഇതിലേക്ക് വെക്കാം. തള നല്ലോണം വരണം, ആവി വരണം നല്ലോണം. അപ്പോഴേ പെട്ടെന്ന് തന്നെ വേവാം. നല്ലോണം ആവി വരുന്നതിന് നമുക്ക് പാത്രം ചെരിയാണ്ട് ശ്രദ്ധിച്ച് വെക്കണം. ചെരിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ഷേപ്പ് മാറും. ഇനി അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് ഗ്യാസ് നല്ല ഹൈയിൽ തന്നെ ഇടണം. പിന്നെ ചുരുക്കിയിടാം വേവാനായിട്ട്. 15 മിനിറ്റ് നല്ലോണം തീ കത്തിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ശർക്കര വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പകർത്താം. ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.